ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ACB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് പോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ റാങ്ക് ലിസ്റ്റ് ഇതാ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതോടെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതാണ്. നമ്മൾ നോക്കിയേ, നമ്മുടെ ഈ പറയുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഒക്കെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 30/12/2024 ഗസറ്റ് ഡേറ്റ് ആയിട്ട് വരികയും അതേപോലെ തന്നെ 29/1/2025 അവസാന തീയതിയായിട്ട് വന്നിട്ടുണ്ടായിരുന്ന 527/2024 കാറ്റഗറി നമ്മൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നു വന്നിട്ടുണ്ടായിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കീഴിലേക്കായിരുന്നു എന്ത് ചെയ്യുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതുപോലെ സാലറി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തരം എന്താണ് ഒരു എക്സാമും കൂടി ആണ് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഓരോ ജില്ലകളിലായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പോൾ ജില്ലാതല എക്സാമിനേഷൻ ആയിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ അതായത് ഈ പറയുന്ന 527/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിന്റെ എക്സാം എന്ന് പറയുന്നത് 2025 അതായത് തൊട്ട് മുമ്പത്തെ വർഷമാണ് എന്ത് ചെയ്യുന്നത് നടന്നത്. അതായത് 2/8/2025 എന്ത് ചെയ്യുന്ന എക്സാമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിനകത്ത് പ്രധാനമായിട്ട് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് 3 ജില്ലകളിലേക്കാണ്. ആ 3 ജില്ലകൾ എന്ന് പറയുന്നത് ഒന്ന് കോഴിക്കോട്, വയനാട്, പാലക്കാട് എന്നീ പറയുന്ന ജില്ലകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന കേരള PSCയുടെ വെബ്സൈറ്റിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന കോഴിക്കോട് ജില്ലയിൽ പ്രധാനമായിട്ടും 53,962 പേര് എന്ത് ചെയ്യുന്നു ആപ്ലിക്കേഷൻ കൊടുക്കുകയും ഈ പറയുന്ന എന്താണ് 40,381 പേര് എന്ത് ചെയ്യുന്നു പരീക്ഷ എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വയനാട് നോക്കുകയാണെങ്കിൽ 15,200 പേരുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്യുകയും ഏകദേശം 218 കൂടുതൽ ആളുകൾ എന്ത് ചെയ്ത് എക്സാമിനേഷൻ എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പാലക്കാട് നോക്കുകയാണെങ്കിൽ ഒരു അപ്രോക്സിമേഷൻ ആണ് ഇത് പറയുന്നത്. പാലക്കാട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 49,240 പേര് ആപ്ലിക്കേഷൻ കൊടുക്കുകയും 36,774 പേര് എന്ത് ചെയ്യുന്നു പരീക്ഷ എഴുതുകയും ചെയ്തിട്ടുള്ള ഈ പരീക്ഷയിൽ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ കോഴിക്കോട് നോക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റിനകത്ത് ഈ പറയുന്ന മെയിൻ ലിസ്റ്റിൽ 222 പേര്, സപ്ലിമെന്ററി ലിസ്റ്റിൽ 234 പേര്, ഡിഫറൻഷ്യബിൾ കാറ്റഗറീസിലാണ് 35 പേര്. അങ്ങനെ മൊത്തത്തിൽ റാങ്ക് ലിസ്റ്റിലുള്ള ആകെ ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 491 ആണ് കേട്ടോ. ഇനി ഈ പറയുന്ന പാലക്കാട് ഡിസ്ട്രിക്റ്റിലേക്ക് വരികയാണെങ്കിൽ അത് ഇതിന്റെ കൂടെ തന്നെയാണ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. പാലക്കാട് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് 178 പേര് എന്ത് ചെയ്യുന്നുണ്ട് മെയിൻ ലിസ്റ്റിലുണ്ട്, 193 പേര് എന്ത് ചെയ്യുന്നുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ്. 29 പേരാണ് എന്ത് ചെയ്യുന്നത് ഡിഫറently ഏബിൾഡ് കാറ്റഗറീസിനകത്ത് എന്ത് ചെയ്യുന്നുള്ളത്. മുഴുവനായിട്ടും കണക്കൂട്ട് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ 400 പേര് അടുപ്പിച്ച് എന്ത് ചെയ്യുന്നുണ്ട് റാങ്ക് ലിസ്റ്റ് ഉള്ള കാര്യം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇതുമായിട്ട് ഡീറ്റെയിൽ മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കേരള PSC വെബ്സൈറ്റിൽ അവർ എന്ത് ചെയ്യുന്നു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് കയറിയതിനു ശേഷം നിങ്ങളുടെ പേരുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞത് വയനാടാണ്. വയനാട്ടിലെ നോക്കിയേ, വയനാട് റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 99 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. സപ്ലിമെന്ററി ലിസ്റ്റിൽ 118 പേരാണുള്ളത്. ഡിഫറൻഷ്യൽ കാറ്റഗറിനകത്ത് 23 പേര്. അങ്ങനെ മൊത്തത്തിൽ 240 പേരാണ് എന്ത് ചെയ്യുന്നത് 240 പേരാണ് എന്തുള്ളത് ഈ പറയുന്ന വയനാട്ടിൽ എന്ത് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പ്രധാനമായിട്ടും 3 ജില്ലകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എത്ര പേര് അപേക്ഷ ചെയ്തിട്ടുണ്ടായിരുന്നു, എത്രത്തോളം ആളുകൾ ഇപ്പൊ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ട്, സപ്ലിമെന്ററി ലിസ്റ്റിൽ എത്ര പേരുണ്ട്, ഡിഫറൻഷ്യൽ ടൈപ്പിൽ എത്ര പേരുണ്ടെന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കിയിട്ടുണ്ടായിരുന്നത്. വേണമെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറഞ്ഞ രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അധികം വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള PSCയുടെ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു കേരള PSC വെബ്സൈറ്റിനകത്ത് കയറിയ ശേഷം സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് കയറിയതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കാറ്റഗറി നമ്പർ അങ്ങോട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്ത് ചെയ്യും ലഭ്യമാകുന്നതായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. അത് തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സെറ്റാണല്ലോ. ഓക്കെ, അപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ ഈ പറയുന്ന നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നോക്കി എന്താണ് പബ്ലിഷ് ചെയ്തിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ കയറിയ ശേഷം എന്ത് ചെയ്യുക നിങ്ങൾ നോക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വർഷം എന്ന് 2026 എന്ന് പറയുന്നത് ഒരുപാട് ഈ പറയുന്ന പരീക്ഷകൾ നടക്കാൻ വേണ്ടി പോകുന്ന എന്താണ് ഒരു വർഷവും കൂടിയാണ്. അതേപോലെ തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ്
നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന കാത്തിരുന്ന ഒരുപാട് പരീക്ഷകൾ ഈ വർഷം നടക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് ഈ പറയുന്ന VFA ആയിക്കോട്ടെ, കമ്പനി ബോർഡ് ലെഡ്ജേഴ്സ് ആയിക്കോട്ടെ, ബുക്കോടെ ഒരുപാട് എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിന് കുറച്ച് സമയമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. അപ്പൊ അതിലേക്ക് വളരെ തകൃതിയായിട്ട് ഈ പറയുന്ന നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നവര് ഈ പറയുന്ന രീതിയിൽ ഒരു വളരെ ഗൈഡൻസോട് കൂടി തന്നെ വളരെ ഈ പറയുന്ന വളരെ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും മറ്റും ഈ പറയുന്ന നോക്കി നടക്കുന്നവരാണെങ്കിൽ നമ്മുടെ ASRB അക്കാഡമിയിൽ നമ്മൾ പ്രയാണം എന്ന ബാച്ച് നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന VFAക്കും ബെക്കോയ്ക്കും കമ്പനി ബോർഡിനും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ കോഴ്സുകൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഇൻഡിവിജ്വൽ കോഴ്സുകൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ തൊട്ട് താഴെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ അതേപോലെ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഈ പറയുന്ന എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ റാങ്ക് ലിസ്റ്റിനകത്ത് എന്ത് കയറി നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആശംസകൾ. ഓക്കെ, അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ വേണ്ടി സാധിക്കാതെ പോയിട്ടുണ്ടായിരുന്ന ആളുകൾ കാണും. ഓക്കെ, അവർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ട്രൈ ചെയ്യുക, നിങ്ങളെ കൊണ്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ പറയുന്ന ഇച്ചിരിയും കൂടെ നല്ലൊരു പോസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് കാത്തിരിക്കുകയാണെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.